നമസ്കാരം. ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിച്ച് വരുന്ന ദിവസങ്ങളിലൊക്കെ മറ്റു വീഡിയോ കണ്ടൻറ്റുകൾ പെട്ടെന്ന് അവിചാരിതമായിട്ട് കിട്ടുക എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നൊരു ലീലാവിലാസമാണ്. ഞാൻ ഇന്ന് ഉദ്ദേശിച്ച് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് അവിചാരിതമായിട്ട് എനിക്കൊരു കോൾ വന്നത്. ആ കോൾ വന്നപ്പം തന്നെ അതിന് മുമ്പ് 2 ദിവസം മുമ്പ് വിളിച്ച ഒരു ആളിൻ്റെ അവസ്ഥ കൂടെ കണ്ടിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ നിധിയെപ്പറ്റി ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടു. നിധി വിധിയാണ്, ചതിയാണ്, അത് എടുക്കാൻ പോകുന്നവനും അർഹതയുള്ളവനല്ലാതെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് 1-2 കേസ് വിളിച്ചതിൽ നിന്നും മനസ്സിലാക്കിയൊരു കാര്യം, നിധി എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് ലഡു പൊട്ടും. നിക്ഷേപ സാന്നിധ്യമാണല്ലോ, ഒരുപാടുണ്ടാവും, സ്വർണ്ണം ഉണ്ടാവും, അപ്പോൾ അത് നമുക്ക് എടുത്ത് കോടീശ്വരനാകാം, നമ്മുടെ കടമെല്ലാം വീട്ടാം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ വരാറുണ്ട്. പിന്നെ രണ്ടാമത്, നിധിക്ക് എപ്പോഴും മണ്ണിനടിയിൽ സ്വർണം ഇതേപോലെയുള്ള നിക്ഷേപ സാന്നിധ്യങ്ങൾ ഇടുന്ന സമയത്ത് അത് മാന്ത്രിക ബന്ധനവും കർമ്മവും ഒക്കെ ഇട്ട് സർപ്പങ്ങൾ കാവലും ഒക്കെ ഉണ്ടാവും. അപ്പം അത് മാറ്റാനൊരു മാന്ത്രികനെ അവർ 100% തപ്പി നടപ്പുണ്ടാവും. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് നിധി എടുക്കാൻ വേണ്ടിയല്ല, നിധിക്കുള്ളിലെ ചതികൾ പറയാൻ വേണ്ടിയാണ്. ഒരുപാട് ചതികൾ പറ്റും. അപ്പം ആ വിളിച്ച ആൾ പറഞ്ഞത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട്, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം, നമ്മൾ പോയി നോക്കിയിട്ടൊന്നുമില്ല, എങ്കിലും അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചെന്ന് നിധിയുണ്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുന്നതിന് ഇത്ര രൂപ, അത് വലിയ ചാർജാണ് വാങ്ങുക. ഒരു മെഷീനറി വെച്ചിട്ട് അല്ലെങ്കിൽ സ്കാനർ വെച്ചിട്ട് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് 25,000 50,000 രൂപ വെച്ച് അവർ ചോദിക്കുന്ന കാശ് കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. പിന്നെ നോക്കാൻ വരുന്ന ആളിന്, കർമ്മിക്ക്, പൂജാരിക്കൊക്കെ പൈസ കൊടുത്ത് ഒരുപാട് പൈസ ചിലവാക്കിയ ഒരാൾ എന്നെ വിളിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് ഫണ്ട് ചെയ്യുന്ന വേറൊരാളാണ്. ഈ നിധി എടുക്കാമെന്നുള്ള കുശാഗ്ര ബുദ്ധിയോട് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പം അദ്ദേഹമാണ് ഇത് ഫണ്ട് ചെയ്ത് പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പൈസ പോയതല്ലാതെ ഇവർ വന്ന് നോക്കും, അവിടെ ഇല്ല, സ്കാനിങ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ തെളിയുന്നില്ല, കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പോവും. വരുന്നവനെ സംബന്ധിച്ച് ലാഭമാണ്. മെഷീനറിയുടെ റെൻറ്റിൽ കൂടുതൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. രണ്ടാമത്, ഈ വന്ന് നോക്കുമ്പോൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തേ സാധിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം ഇന്ന് വിളിച്ച ഒരാളും അതേ കാര്യം തന്നെ ചോദിച്ചാണ് വിളിച്ചത്. അദ്ദേഹം ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു. ഞാൻ സ്ഥലമോ ഏരിയയോ ഒന്നും പറയാനില്ല. അദ്ദേഹവും ഇതേപോലുള്ള കാര്യം ചോദിച്ചു. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞത്, നിധി എന്ന് പറയുന്ന ചതി തന്നെയാണ്, വിധിയാണ്. അത് കിട്ടാൻ അർഹതയില്ലാത്തവൻ പോയി അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് വിധിയും ചതിയുമായിട്ട് മാറും. നമ്മൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എടുക്കാനൊക്കെ പറ്റും, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇതിന് മൂർത്തിബന്ധനം തീർത്ത് അല്ലെങ്കിൽ കർമ്മമൊക്കെ ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് ഇതിൻ്റെ ബന്ധനമൊക്കെ തീർക്കാൻ പറ്റും. പക്ഷെ ഒരു പിഴവ് വന്നാൽ, ഒരു ചെറിയ പിഴവ് വന്നാൽ, കർമ്മിക്ക് ചെറിയൊരു പിഴവ് വന്നാൽ കർമ്മിയുടെ കുടുംബം വരെ ശിഥിലമായി പോകുന്ന ഒരു വസ്തുവാണ് നിധി. പല പൂജാരിമാരും പല കർമ്മിമാരും നിധിയുടെ പുറകെ പോയി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ കഥകളല്ല, യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥനൊക്കെ പറഞ്ഞ കഥകളൊക്കെ വെച്ചിട്ടാണ് നിധിയുടെ ഒരു രസകരമായ ഒരുപാട് കഥകളുണ്ട്, അങ്ങനെ പോയ കഥകളും. ഇതുകൂടാതെ നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് നിധി കഥകളൊക്കെ കേട്ട് നമുക്ക് വളരെ കൗതുകം തോന്നുന്ന, ഓൾറെഡി നമുക്കറിയാം, അനുഭവത്തിലുള്ള കഥകളാണെങ്കിലും പലരും പറഞ്ഞ്, ഒരാൾ അദ്ദേഹത്തിൻ്റെ നല്ല കാലത്ത് മാന്ത്രികം നല്ല ഇതായിട്ട് നടന്ന സമയത്ത് ഇതിൻ്റെ പുറകെ പോവുകയും ഇതൊരു ഹരമായിട്ട് പുറകെ പോവുകയും ചെയ്ത സമയത്ത്, ഈ നിധിക്ക് പൂജ ചെയ്യുന്ന സമയത്ത് കർമ്മി കുടുംബത്തിനും എല്ലാത്തിനും ഒരു കെട്ടിട്ട് പ്രൊട്ടക്ഷൻ ഇട്ട് വെക്കും. എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഇട്ട് വെക്കും. ആ പ്രൊട്ടക്ഷൻ ഇട്ട് വെച്ചാൽ ആ പ്രൊട്ടക്ഷൻ ഇട്ട് വെക്കുന്ന സാധനങ്ങളെ ബാധിക്കാതെ ആരെങ്കിലും ബാധിക്കും. ഇതിന് കർമ്മത്തിന് അല്ലെങ്കിൽ പൂജയെ ബ്ലോക്ക് ചെയ്യാൻ നിക്ഷേപ സാന്നിധ്യങ്ങളുടെ പൂജ നടത്തുന്നവർക്ക് സാധാരണ മരണം പോലെയുള്ള സംഗതി കൊടുത്താണ് ഇതിനകത്ത് വരിക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം എല്ലാവരെയും ബ്ലോക്ക് ചെയ്തു, എല്ലാവരെയും പ്രൊട്ടക്ഷൻ ചെയ്തിട്ടൊക്കെ പൂജ തുടങ്ങിയ സമയത്ത് വീട്ടിൽ നിന്ന് വിളി വരികയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അറിയിപ്പ് വരികയോ ചെയ്യുകയാണ്, വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു, ഉണ്ണി പോയി, ഇത് തന്നെ മരിച്ചുപോയി, അതായത് വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചുപോയി, ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു വന്നു. അപ്പം അതോടെ അദ്ദേഹത്തിന് തൃപ്തിയായി, കാരണം ഇനിയും നിധിയുടെ പുറകെ പോകുന്നില്ല എന്നൊരു ചിന്താഗതി വന്നു. ഇത് ശരിയും, കാരണം അർഹതയില്ലാത്ത ഒരു ധനം പോലും നമുക്കെടുക്കാൻ യോഗ്യതയില്ല. മറ്റൊരാൾ നിധി നിക്ഷേപങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ്, പണ്ട് കാലത്ത് പ്രോപ്പറായിട്ടൊരു ബാങ്കിങ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ അടുത്ത ആ തലമുറ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കെടുക്കാൻ യാതൊരു യോഗ്യതയുമില്ല. എന്നിട്ടും നമ്മളുടെ പണത്തോടുള്ള ആർത്തി മൂത്തിട്ട് ഇതെടുക്കാൻ പോവാണ്. അപ്പോൾ എപ്പോഴും ഇതേപോലെയുള്ള സാധനങ്ങളുടെ പുറകെ പോകുമ്പോൾ ശ്രദ്ധിക്കുക,
ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്, അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെ ആ ഒരു ജീവിതം തന്നെ ചിലപ്പോൾ താറുമാറാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ നിങ്ങളുടെ കർമ്മബന്ധനങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല. ജീവൻ കുടുംബത്തിലൊരു എന്തെങ്കിലും പ്രശ്നമോ തലമുറകൾക്ക് ശാപമോ ദോഷമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുണ്ട്? അതുകൊണ്ട് ഇതിനെ പുറകെ പോകുന്ന കർമ്മികളും ഇതിനെ പുറകെ പോകുന്ന ആൾക്കാരും ഇതിനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കുക. ഇത് ആറ്റം ബോംബ് ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ ബോംബ് വലിയൊരു പൊട്ടാൻ സാധ്യതയുള്ളൊരു ബോംബ് കൈ വെച്ചിട്ട് എപ്പോഴും വേണേൽ പൊട്ടാം, അല്ലെങ്കിൽ എപ്പം വേണേൽ പ്രശ്നമാകാം എന്നുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടും പോകുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ ശ്രദ്ധിക്കുക, ഇത് അർഹതയില്ലാത്ത ഒരു പണവും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് അർഹതയുള്ള കൈകളിൽ, ചിലപ്പോൾ നിക്ഷേപ സാന്നിധ്യങ്ങൾക്ക് അർഹതയുള്ള അവകാശികൾ വരുന്ന സമയത്ത് അതൊക്കെ എടുക്കാനുള്ള യോഗ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാറുണ്ട്. കിട്ടത്തില്ല എന്നല്ല, വളരെ അപൂർവമാണ്. അത് ആ കാലാവധി ആകുമ്പോഴത്തേക്ക് അവരുടെ കൈകളിലേക്കൊക്കെ എത്താറുണ്ട്. അല്ലെങ്കിൽ അത് ശാപം തന്നെയാണ്, ഒരു ചതി തന്നെയാണ്, വിധി തന്നെയാണ്. നിധി കണ്ട് കണ്ണ് മഞ്ഞളിക്കാതിരിക്കുക, പുറകെ പോകാതിരിക്കുക. നന്ദി, നമസ്കാരം.